ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ റോസാ ചെടികളുടെ കെയറിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. റോസാ ചെടികൾ നമ്മൾ നടുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കാം, പോട്ടുകൾ തിരഞ്ഞെടുക്കുന്ന എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. അപ്പം വെറൈറ്റി ആയിട്ടുള്ള റോസാ ചെടികൾ നമ്മൾ ഗാർഡനിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് നടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ചെടികളിൽ നിറയെ പൂക്കളുണ്ടാവും. പിന്നീട് നമ്മുടെ ചെടി പുതിയൊരു പോട്ടിലേക്കൊക്കെ മാറ്റി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലും നിറയെ പൂക്കളൊക്കെ ആയി വളർന്നു വരണമെങ്കിൽ ചെടി നടുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പല വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട്. നമ്മൾ റോസാ ചെടികളിൽ തന്നെ ചെറിയ പൂക്കളുണ്ടാകുന്നു, അതേപോലെ വലിയ പൂക്കൾ വരുന്ന ബഡ് റോസുകൾ, അത്തരത്തിൽ പല വെറൈറ്റികളാണ് നമ്മൾ റോസാ ചെടികളിലുള്ളത്. അതിൽ ഏത് വെറൈറ്റി എടുത്താലും നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ഗ്രോ ബാഗിലാണ് വാങ്ങിച്ച സമയത്ത്. ഗ്രോ ബാഗിൽ 2 പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു പൂവും കൂടി വിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ പൂക്കൾ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ നിന്ന് നമ്മൾ ഒരു പോട്ടിലേക്ക് ചെടി എങ്ങനെ മാറ്റുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള ഭാഗത്തുള്ള ഈ പോളിത്തീൻ കവർ നമ്മൾ റിമൂവ് ചെയ്യുക. പിന്നീട് ഇതിൻ്റെ അടിവശത്ത് നിന്ന് ചെറിയ തൈകൾ എന്തെങ്കിലും പൊട്ടി വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുറിച്ച് മാറ്റേണ്ടതാണ്. ഈ ഒരു ബഡിങ്ങിൽ നിന്ന് മാത്രം തൈകൾ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു ചെടി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ചുവട് വശത്ത് നിന്ന് വലിയൊരു തൈ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണിത്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വന്നിട്ടുള്ള ബഡിങ്ങിൻ്റെ അടിഭാഗത്തു നിന്നാണ് ഈ തൈ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ഈ ഒരു പ്ലാന്റ് പൂക്കളില്ലാത്ത ചെടിയായിരിക്കും അടിവശത്ത് നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് എത്ര വളർന്നാലും ഇതിൽ പൂക്കളും ഉണ്ടാവില്ല. പൂക്കളുള്ള ഭാഗമാണെങ്കിൽ ഈ ഒരു ചെടി വളരുന്നതനുസരിച്ച് അത് കേടായി ചെടി നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇത്തരത്തിൽ നമ്മൾ റോസാ ചെടികൾ വാങ്ങിച്ച് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. നിറയെ പൂക്കളുണ്ടാവിട്ട് അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നമ്മളെ ചെടിയുടെ ചുവട്ടിലുള്ള കളകളൊക്കെ നീക്കം ചെയ്ത് ഇടയ്ക്ക് നമ്മളൊന്ന് നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പം ടൊറേനിയുടെ നിറയെ തൈകളുണ്ടായിരുന്നു ഈ ഒരു പോട്ടിൻ്റെ അടിയിൽ തന്നെ. പല നിറത്തിൽ പല വലുപ്പത്തിലും വളർന്നു നിൽക്കുന്ന ചെടികളാണ് റോസാ ചെടികൾ. നമുക്ക് പൂക്കളൊക്കെ വിരിയുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ യെല്ലോ വെറൈറ്റിയിൽ നിറയെ പൂമുട്ടുകളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് റോസാ ചെടിയിലെ വേറൊരു വെറൈറ്റി, നിറയെ ഇതളൊക്കെ ഉള്ള ചെറിയൊരു പൂവാണ്. ഇതേപോലെ നട്ടതിന് ശേഷം ഫസ്റ്റ് ഫ്ലവറിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാന്റ്. ഇതും ചെറിയൊരു വെറൈറ്റി തന്നെയാണ്. അടുത്തതായിട്ട് മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് വൈറ്റ് റോസ്, നിറയെ ഒരുമിച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അത് നിറയെ പൂവിട്ടിട്ടുണ്ട്. ഇപ്പോൾ പൂക്കൾ ഒരുമിച്ച് പൂക്കുകയും പിന്നീട് അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ആ സമയത്ത് നമ്മളൊന്ന് ഉണങ്ങിയ തണ്ടുകളും പൂക്കളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പുതിയ പൂക്കൾ വരാൻ തുടങ്ങും. അത്തരത്തിൽ നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഇതിൽ തന്നെ പല കളറിലുള്ള പൂക്കൾ വിരിയുന്ന ചെടികളുണ്ട്. ഇത് ഒരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അടുത്തതായിട്ട് അതിനൊക്കെ വ്യത്യസ്തമായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഫ്ലവർ കിട്ടുന്ന ഒരു പ്ലാന്റ്. വലിയ പൂവാണ് ഇതിൽ വിരിയുക. അപ്പോൾ മുട്ടകളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു പൂ വിരിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ വീണ്ടും ഒരു പൂ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ചെടി വളർന്നു വരുന്നത്. റോസാ ചെടിയുടെ വേറൊരു വെറൈറ്റിയാണ്. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ കണ്ടുവരുന്നൊരു വെറൈറ്റി. നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാവുന്നതും അതേപോലെ പെട്ടെന്ന് നമ്മൾ തണ്ടുകളൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് വൈറ്റ്. അടുത്തൊരു പിങ്ക് വെറൈറ്റിയാണിത്. ഇതും പൂ വന്നിട്ടുണ്ട്. നിറയെ പൂവിടുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. 3-4 പൂക്കളൊക്കെ ഒരുമിച്ച് ഒരൊറ്റ തണ്ടിൽ തന്നെ ഇതേപോലെ വിരിയുന്ന ഒരു പ്ലാന്റ്. ഇത് നമ്മുടെ കയ്യിലെ വേറൊരു പ്ലാന്റാണ്. പുതിയൊരു പ്ലാന്റ് നമ്മളിപ്പോൾ നട്ടു കൊടുത്തിട്ടേ ഉള്ളൂ. മുട്ട് വന്നിട്ടുണ്ട്. വിരിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കുന്ന റോസാ ചെടി, റെഡ് റോസ്, ഒറ്റ പൂവേ ഉള്ളൂ ഇതിലിപ്പോൾ.
റോസാ ചെടി തന്നെ അടുത്തൊരു വെറൈറ്റിയാണിത്. ചെറിയ പൂക്കൾ ഉണ്ടാകും, നല്ല അടുക്കടുക്കായിട്ട് നിറയെ ഇതളുകളുള്ള ചെറിയ പൂവായിട്ട് വരുന്നൊരു റെഡ് റോസാണ്. അതിൽ നിറയെ പൂമുട്ടകളൊക്കെ വന്നിട്ടുണ്ട്. റോസാ ചെടി നമ്മൾ നട്ടതിന് ശേഷം പെട്ടെന്ന് കളകൾ വന്നു. ഇതിൽ മിക്കവാറും ഉള്ളതൊക്കെ ടൊറീനയുടെ തൈകളാണ്. അതേപോലെ ബാക്കിയുള്ള പോട്ടിലും ഇതേപോലെ ചീര ഒക്കെ മുളച്ചിട്ടുണ്ട്. നല്ല ചീരത്തൈകളാണ്. അപ്പോൾ പച്ചയും അതേപോലെ ചുവപ്പ് നിറത്തിലുള്ള വെറൈറ്റികൾ. അപ്പോൾ അത് തൈകൾ നമ്മളതിന്ന് മാറ്റി പുതിയ ഗ്രോ ബാഗിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചുവട്ടിലൊക്കെ മണ്ണിളക്കിയിട്ട് നമ്മുടെ പച്ചച്ചാണകവെള്ളം നേർപ്പിച്ചൊഴിക്കാനാണ് പോകുന്നത്. റോസാ ചെടികൾക്ക് ഏറ്റവും നല്ല വളം തന്നെയാണിത്. മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കളകൾ നിർബന്ധമായിട്ട് നമ്മൾ നീക്കി കൊടുക്കേണ്ടതാണ്. മറ്റ് ചെടികളൊക്കെ നമ്മൾ റോസാ ചെടികളിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചെടികൾക്ക് വരാനുള്ള വളമൊക്കെ വലിച്ചെടുത്ത് നമ്മുടെ റോസാ ചെടികൾ മുരടിച്ച് പോവുകയാണ് ചെയ്യുക. കളകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് വളങ്ങളിട്ട് കൊടുക്കാം. നമുക്ക് എഗ്ഗ് ഷെല്ലും അതേപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഒക്കെ നമുക്ക് ഇത്തരത്തിൽ കുറച്ച് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ചാണകവെള്ളം നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക മാത്രം ചെയ്യുന്നുള്ളൂ. റോസാ ചെടി ഏത് വെറൈറ്റികൾക്കാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ വളങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചട്ടിയിൽ നമ്മൾ ചെടികൾ നടുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഏകദേശം കാൽഭാഗത്തോളം നമുക്ക് ചട്ടിയിൽ ബാക്കി ഭാഗം കാണും. ആ ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള വളങ്ങളൊക്കെ മണ്ണിളക്കി ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ പൂക്കൾ പൊഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളത് കറക്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെയും നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഇതേപോലെ നേർപ്പിച്ച ചാണകവെള്ളം എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ റോസാ ചെടികളുടെ കെയറിങ്ങിന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വളപ്രയോഗമൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.